الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സ്വപ്നത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചാണ് അത് നേടാനുള്ള അധ്വാനത്തിൻ്റെ വലിപ്പവും ത്യാഗവും, അതിനുവേണ്ടി വിനിയോഗിക്കേണ്ട സമയവും അധ്വാനവുമൊക്കെ നിർണയിക്കപ്പെടുന്നത്. നേടാനുള്ള ലക്ഷ്യം ചെറുതാണെങ്കിൽ അതിനനുസരിച്ചുള്ള അധ്വാനം മതിയാവും. ലക്ഷ്യം വലുതാണെങ്കിൽ അതിന് നന്നായി അധ്വാനിക്കേണ്ടി വരും. പുതിയതായി ഒരു സ്ഥാപനം സ്വന്തമായി ആരംഭിക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നതോടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ അയാൾ കിടക്കേണ്ട ഒരുപാട് കടമ്പകളുണ്ട്. എന്നാൽ അതിൽ നിന്ന് പുതിയൊരു ബ്രാഞ്ചിലേക്കാണ് അയാൾ ചിന്തിക്കുന്നതെങ്കിൽ അതിനുള്ള കടമ്പകൾ മറ്റൊന്നാണ്. ഇതൊന്നുമില്ല, ഒരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യലാണ് ഒരാളുടെ ലക്ഷ്യമെങ്കിൽ അയാൾക്കൊരു സ്ഥാപനമുണ്ടാക്കുന്ന അധ്വാനമില്ല. ജീവിതത്തിലെ പരമപ്രധാനമായ ലക്ഷ്യം അത് വലുതാണ്. ത്യാഗമില്ലാതെ, കഷ്ടപ്പാടുകളില്ലാതെ, മക്രഹുകൾ സഹിക്കാതെ അത് നേടാനാവില്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ അനുഭവിക്കാതെ, ത്യാഗം ചെയ്യാതെ സ്വർഗമെന്ന നിങ്ങളുടെ ആഗ്രഹം, ആ ലക്ഷ്യം അത് നിങ്ങൾക്ക് നേടാനാകുമെന്ന് നിങ്ങൾ വിചാരിക്കുകയാണോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്.
ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരി വഹുജിബത്തിൻ നാറു ബിശഹവാത്ത്. നരകത്തിലെത്താൻ ഒരു മനുഷ്യൻ അയാളുടെ ദേഹേച്ഛയെ പിൻപറ്റിയാൽ മതി. ലഹരിയോട്, ആസ്വാദനത്തോട്, ലൈംഗികതയോട്, ഭക്ഷണത്തോട്, ഉറക്കത്തോട്, വിശ്രമത്തോട്, കംഫർട്ട് സോണിലുള്ള ശാന്തമായ ജീവിതത്തോട്, മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്ന ആഗ്രഹത്തോട് ഒരാൾ ചേർന്ന് നിന്നാൽ അയാൾക്ക് എളുപ്പത്തിൽ നരകത്തിൽ പോവാം. കാരണം ഷഹ്വാത്തുകളെ പിൻപറ്റുന്നതിലൂടെയാണ് നരകത്തിലെത്തുന്നത്. എന്നാൽ ഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്, സ്വർഗം വലയം ചെയ്യപ്പെട്ടത് ത്യാഗം കൊണ്ടാണ്. സ്വർഗമാകുന്ന വലിയ സ്വപ്നം ദുഃഖമില്ലാതെ, വിഷമമില്ലാതെ, നഷ്ടങ്ങളില്ലാതെ, അധ്വാനങ്ങളില്ലാതെ, തിന്നും കുടിച്ചും അനുഭവിച്ചും ആസ്വദിച്ചും ഉല്ലസിച്ചും സല്ലപിച്ചും സഹകരിച്ചും സഹായിച്ചും ഒരേ മനസ്സ് പോലെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത വാക്കുകൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ, ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ, ഇതുവരെ കുടിച്ചിട്ടില്ലാത്ത പാനീയങ്ങൾ, ഇതുവരെ നാം സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ആസ്വാദനങ്ങളുടെ ഇടമാണ് സ്വർഗം. അവസാനം സ്വർഗത്തിൽ പോകുന്നവന് പോലും ആകാശഭൂമികൾക്കിടയിലുള്ള അത്രയും വിശാലമായ സ്ഥലം അല്ലാഹു ദാനമായി, സമ്മാനമായി നൽകുമെങ്കിൽ ആ വലിയ സ്വപ്നം അത് പൂർത്തീകരിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. ശക്തമായ സമരം അത്യാവശ്യമാണ്. സ്വന്തം മനസ്സിനോട്, പിശാചിനോട്, സാഹചര്യങ്ങളോട്, ആഗ്രഹങ്ങളോട്, കൂട്ടുകാരോട്, ചുറ്റുപാടിനോട് സമരം ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് കയറി ചെല്ലാനാകൂ. അല്പമൊക്കെ ഉറക്കവും ക്ഷീണവും സമ്പത്തും വിയർപ്പുമെല്ലാം ഒഴുക്കിയെങ്കിലേ സ്വർഗത്തിലെത്താൻ നമുക്കാകൂ. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. റമദാനിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അതിൻ്റെ ഏറ്റവും സമാപനത്തിലാണ്. അശ്റുൽ അവാഖിർ, അത് ഏറെ മഹനീയമായത് പരിശുദ്ധ റമദാനിലാണ്. മുമ്പുള്ള 10 ദിവസങ്ങളിൽ ഏറ്റവും മഹനീയമായത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസമാണെന്നും അവസാനത്തെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങൾ അത് റമദാനിലാണെന്നും പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. കാന റസൂലുള്ളാഹ് യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവസാനത്തെ 10 ദിവസം റസൂലുള്ളാഹ് കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിഅ്സറഹു വഅഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു. അവസാനത്തെ 10 റസൂലുള്ളാഹ് നന്നായി കഠിനാധ്വാനം ചെയ്യും. അവിടുത്തെ ഉടുമുണ്ട് മുറുക്കി ഉടുക്കുമായിരുന്നു. സ്വന്തം ഇണകളിൽ നിന്ന്, മക്കളിൽ നിന്ന്, അവരിൽ നിന്ന് ലഭിക്കാനുള്ള സന്തോഷം, സുഖം, സമാധാനം അതെല്ലാം വിട്ട് പൂർണ്ണമായിട്ടും ഇബാദത്തിലേക്ക് തന്റെ കണ്ണും കാതും മനസ്സും ശരീരവും ഒഴിഞ്ഞു വെക്കുന്ന 10 ദിവസം. വഅഹ്യാ ലൈലഹു, ഉറക്കമില്ലാത്ത രാവുകൾ. വഅയ്ഖദ അഹ്ലഹു, കുടുംബത്തെയും ആ ഒരു കാര്യത്തിന് വേണ്ടി ഉറക്കിൽ നിന്ന് എണീപ്പിച്ച് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അവസാനത്തെ 10 കഠിനാധ്വാനം ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ വിവിധങ്ങളായി നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബത്തും അങ്ങനെ തന്നെയായിരുന്നു. നമ്മുടെ മുൻഗാമികളായ സലഫുകളും അങ്ങനെ തന്നെയായിരുന്നു. അവർ ഖുർആൻ മുമ്പ് പാരായണം ചെയ്തതിനേക്കാൾ ഇരട്ടി അശ്റുൽ അവാഖിറിൽ പാരായണം ചെയ്യുമായിരുന്നു. ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ അവർ ദാനം ചെയ്യുമായിരുന്നു. നിന്ന് നമസ്കരിച്ചതിനേക്കാൾ കൂടുതൽ സമയം ദീർഘനേരം ഖിയാമുൽ ലൈൽ അവർ നമസ്കരിക്കുമായിരുന്നു. അവർ മറ്റുള്ളവരോട് ഏറ്റവും മാന്യമായി പെരുമാറുകയും സമയത്തെ പൂർണ്ണമായിട്ടും ഇബാദത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്യേണ്ട ബാധ്യതകൾ ചിട്ടയായി, വൃത്തിയായി, വെടിപ്പോടുകൂടെ അള്ളാഹുവിലേക്കുള്ളൊരു കുതിച്ചു പാച്ചിലിന് തയ്യാറായി. യാ ബാഇൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ അടുത്തോട്ട് വരൂ എന്ന ആ കൽപ്പനയുടെ വേഗത കൂടുന്നത് അവസാന സമയത്താണ്. കാരണം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅമാൽ ബിഖവാതിമിഹാ. അവസാന സമയത്താണ് നാം ചടുലമായിട്ട് നീങ്ങേണ്ടത്. അടുത്ത റമദാൻ നമുക്കുണ്ടെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. ഈ റമദാൻ തന്നെ പൂർത്തീകരിക്കാൻ നമ്മൾ ഉണ്ടാകുമെന്ന് പറയാൻ നമുക്ക് യാതൊരുവിധ അർഹതയുമില്ല. അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് നമ്മുടെ ജീവിതം പൊലിഞ്ഞാലും ഈ കിട്ടുന്ന ദിവസം, ഇന്ന് ഒറ്റയിട്ട രാവാണ്. ഇന്നത്തെ രാവിൽ നാം ഉറങ്ങുന്നവരാകരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അരക്കെട്ട് മുറുക്കി നേരം വെളുക്കുവോളം ഇബാദത്തിൽ കഴിച്ചുകൂട്ടി
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെ വിളിച്ചുകൂട്ടി ഇബാദത്തിന് സജ്ജമാക്കി ഈ ഒരു സമയത്ത് സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇബാദത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് ഈ ഒരു അവസാന സമയം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീഹി ലൈലത്തുൻ, ഈ റമദാനിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ മഹത്വമുള്ള രാത്രി. ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവൻ മാറ്റിവെച്ചാലും അയാൾക്ക് ചെയ്യാൻ കഴിയാത്ത അത്രയും ഇബാദത്തുകളുടെ പുണ്യം ഒറ്റ രാവ് കൊണ്ട് അള്ളാഹു ഓഫർ നൽകുകയാണ്. 83 കൊല്ലവും അതുപോലെ തന്നെ കുറച്ച് മാസങ്ങളും ഉറക്കമില്ലാതെ, റെസ്റ്റില്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളുമില്ലാതെ കണ്ടിന്യൂസ്ലി തുടർച്ചയായി ഒരാൾ ഇബാദത്ത് ചെയ്താൽ ഒരാൾക്ക് കിട്ടുന്ന കൂലിയാണ് ഒറ്റ രാത്രി കൊണ്ട് ലൈലത്തുൽ ഖദ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ ദിവസം പ്രത്യേകം പ്രവാചകൻ അറിയിക്കപ്പെട്ടിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മറപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതെന്തിനു വേണ്ടിയാണ് സഹോദരങ്ങളെ? കൂടുതൽ നന്മയിലേക്ക് എടുക്കാൻ, നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ചു മടങ്ങാൻ, നമ്മുടെ സമയം, നമ്മുടെ രാവുകൾ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കാൻ. ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്രയെത്ര കഠിനാധ്വാനം ചെയ്തു നമ്മുടെ വീടിന് വേണ്ടി, നമ്മുടെ ജോലിക്ക് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ യാത്രകൾക്ക് വേണ്ടി എത്ര രാവുകൾ നമ്മൾ ഉറക്കമൊഴിച്ചു. വേണ്ട, ഒരു വിനോദത്തിന് വേണ്ടി നാം എത്ര മണിക്കൂറുകൾ ചെലവഴിച്ചു. നട്ടപ്പാതിരക്ക് അലാറം വെച്ചെണീറ്റു. നാളെ സുബഹ്ക്ക് സ്കൂളിലെത്തണം, ടൂർ പോകാൻ, സുബഹിന്റെ മുമ്പെത്തണം എന്ന് പറഞ്ഞിട്ട് രാത്രി കുട്ടികൾ ഉറങ്ങിയിട്ടില്ല പിന്നീട്. കാരണം അവർക്ക് ഉറക്കം വരുന്നില്ല. നാളെ ടൂറിന്റെ ദിവസമാണ്. സുഹൃത്തുക്കളെ, ഇത് സ്വർഗത്തിലേക്കുള്ള ഒരു ടൂറാണ്. യാതൊരു കണ്ണും കാണാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും ഇന്നേ വരെ ചിന്തിച്ചെത്തിപ്പെട്ടിട്ടില്ലാത്ത, നമ്മുടെ മനസ്സ് വേദനിക്കുന്നെങ്കിൽ ആ വേദനക്കുള്ള പരിഹാരം, നമ്മുടെ ശരീരം തളരുന്നുവെങ്കിൽ ആ തളർച്ചയ്ക്കുള്ള പരിഹാരം, നമ്മുടെ മുടി നിരക്കുന്നുവെങ്കിൽ, ശരീരം ചുക്കി ചുളിയുന്നുവെങ്കിൽ, നമ്മുടെ ദാമ്പത്യത്തിന്റെ ഊഷ്മളത കുറഞ്ഞു പോകുന്നുവെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ പാതി വഴിയിൽ പൊട്ടിപ്പോകുന്നുവെങ്കിൽ, അതെല്ലാറ്റിന്റെയും പൂർത്തീകരണത്തിന്റെ ദിവസമാണ് സുഹൃത്തുക്കളെ പരലോകത്ത് സ്വർഗം കിട്ടുന്ന ദിവസം. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത്, അന്ന് ചില മുഖങ്ങൾ ബിയല്ലത്ത് വുജൂഹും, മുഖങ്ങൾ പ്രസന്നമായിരിക്കും. ചില മുഖങ്ങൾ മുസ്വദ്ദ, ഇരുട്ട് ബാധിച്ചതായിരിക്കും. എന്നാൽ ചില മുഖങ്ങൾ അന്ന് പ്രസന്നമായിരിക്കും. വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ദാഹികത്തുൻ മുസ്തബ്ശിറ. അന്ന് ചില മുഖങ്ങൾ പുഞ്ചിരിക്കുന്ന, ചിരിതൂകുന്ന, ആനന്ദ നൃത്തമാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഹാ ഉംഖറഉ കിതാബിയ, എന്റെ കിതാബ് നിങ്ങൾ വായിച്ചു നോക്കൂ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ധൈര്യത്തോടെ, എല്ലാവരും പേടിച്ച് വിറച്ചു നിൽക്കുന്ന പരലോകത്ത് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുന്നത് സ്വർഗക്കാരാ എന്ന വിളി കാതിൽ മുഴങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ കോടികളെക്കാൾ, നമുക്ക് കിട്ടിയ അംഗീകാരത്തെക്കാൾ, ലക്ഷക്കണക്കിന് ലൈക്കിനേക്കാൾ, നമ്മെ പ്രശംസിച്ചിട്ട കമന്റുകളെക്കാൾ, നമ്മുടെ കുട്ടികളിൽ നിന്ന്, കുഞ്ഞുമക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയ സന്തോഷത്തെക്കാൾ, പ്രകൃതി രമണീയത അണിയിച്ചൊരുക്കിയ ഒരു പ്രദേശം സന്ദർശിച്ചപ്പോൾ മനസ്സിനുണ്ടായ കുളിർമയേക്കാൾ, യാ അഹ്ലൽ ജന്ന, സ്വർഗക്കാരെ, ലാ മൗത്ത്, ഇനി മരണമില്ല എന്ന പ്രഖ്യാപനം വരുമ്പോൾ ആ സ്വർഗത്തിൽ മുഴങ്ങുന്ന ആഹ്ലാദത്തിന്റെ കരഘോഷങ്ങൾ, ശബ്ദങ്ങൾ, അതിൽ നമ്മുടെയും ശബ്ദമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജീവിതത്തിൽ വരാനില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഖുർആൻ പ്രയോഗിച്ചത് എന്താണ്? തിജാറതൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം. എത്ര വലിയ സ്കോപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ചില ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഉള്ള പണവും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഇത് തിജാറതൻ ലൻ തബൂർ, യാതൊരുവിധ നഷ്ടവുമില്ലാത്ത, തകർച്ച ഭയക്കേണ്ടതില്ലാത്ത, ഒരാളും കൈകടത്താതെ, ഒരാളും നമുക്ക് പാരവെക്കാനില്ലാത്ത സുന്ദരമായ സ്വർഗീയ സുഖം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ നൽകുന്ന ആ ഒരു കച്ചവടം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. അല്ലാഹു പറയാണ്, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കച്ചവടത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? എന്താണ് ആ കച്ചവടം? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി,
നിങ്ങൾ അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കലാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങൾ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യലാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമുക്ക് പറയാനാകണം, വീടിന് വേണ്ടി ഉറക്കമൊഴിച്ച ഞാൻ, പഠനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ച ഞാൻ, കുടിയിരിക്കലിന് വേണ്ടി ഉറക്കമൊഴിച്ച ഞാൻ, യാത്രക്കും ബിസിനസിനും വേണ്ടി ഉറക്കമൊഴിച്ച ഞാൻ എന്റെ റബ്ബിന്റെ ദീനിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചിട്ടുണ്ടെന്ന് പറയാൻ, ലോകം ശാന്തമായി കൂർക്കം വരിച്ചുറങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും സഹായവും വാഗ്ദാനം ചെയ്യുന്ന രാവുകളിൽ ഞാൻ ജീവനോടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സുഹൃത്തുക്കളെ നമുക്കാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. സുഹൃത്തുക്കളെ, എന്താണ് നമുക്ക് ഈ അശ്റുൽ അവാഖിറിൽ ചെയ്യാനുള്ളത്? ഏറ്റവും പ്രധാനമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന നബി യഅതകിഫു ഫീ കുല്ലി റമദാൻ 10 അയ്യാമിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ റമദാൻ മാസത്തിലും അവസാനത്തെ 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. പള്ളിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ആത്മബന്ധം ദൃഢമാക്കാൻ നമസ്കാരവും ഖുർആൻ പാരായണവും ദിക്റും ദുആയുമായിട്ട് പൂർണ്ണമായി ചടഞ്ഞിരിക്കലാണ്, ഭജനമിരിക്കലാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും 10 ദിവസം ഇഅ്തികാഫ് ഇരിക്കലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയിട്ട രാവിന്റെ തുടക്കത്തിന്റെ സായാഹ്നം മുതൽ മഗ്രിബ് മുതൽക്ക് ശവ്വാലമ്പിളി ഉദിക്കുന്ന ആ സമയം വരേക്കും ഇഅ്തികാഫ് നീണ്ടുപോകുന്ന ഖൈറായ, യാതൊരു തരത്തിലും ഖൈർ തടയപ്പെടാത്ത സൗഭാഗ്യകരമായിട്ടുള്ള ഒരു ഇഅ്തികാഫ് അല്ലാഹു ജീവിതത്തിൽ നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഒഴിവല്ല, മറിച്ച് മനസ്സാണ് പ്രധാനം. നമുക്ക് മനസ്സും നമുക്ക് ആഗ്രഹവും ഉണ്ടെങ്കിൽ, സ്വർഗത്തിന്റെ മൂല്യം നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ദുനിയാവിന്റെ മൂല്യം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഓടിയ നമ്മള് ആഖിറത്തിന്റെ സ്വർഗത്തിന്റെ മൂല്യം അറിഞ്ഞാൽ നമുക്കതിന് സാധിക്കും. ആ മൂല്യം അറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് നമുക്ക് സാധ്യമായാൽ സുഹൃത്തുക്കളെ, ഈ അശ്റുൽ അവാഖിറിനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഫലമ്മ കാനൽ ആമുൽ ലദീ ഖുബില ഫീഹി യഅ്തകഫ 20 യൗമ. അല്ലാഹുവിന്റെ പ്രവാചകൻ മരിക്കുന്ന കൊല്ലത്ത് റസൂലുള്ളാഹ് 20 നാൾ ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നാണ്. പള്ളിയിൽ ഭജനമിരിക്കലാണ് ഇഅ്തികാഫ്. സ്ത്രീകളും പുരുഷന്മാർക്കുമൊക്കെ അനുവാദമുണ്ട്. കാന യഅ്തകഫുൽ 10 അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹു അല്ലാഹ് ثم اعتكف ازواجه من بعده. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന 2026 ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു. നബി മരിക്കുന്ന സമയം അത്രയും അത് നിർവഹിച്ചിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തപ്പോൾ ثم اعتكف ازواجه من بعده, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ നബിയുടെ കാലശേഷവും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ നിർവഹിക്കാൻ സാധിക്കുന്ന ഏറ്റവും മഹനീയമായ ഒരു കർമ്മമാണ് ഇഅ്തികാഫ് എന്ന് പറയുന്നത്. എന്നാൽ അത് പൂർണ്ണമായി ഇരിക്കാൻ കഴിയാത്ത ആളുകൾക്ക് രാത്രികൾ മാത്രം ഇരിക്കാൻ സാധിക്കുന്ന തരത്തിൽ അവർക്കതിനെ ചിട്ടപ്പെടുത്താവുന്നതാണ്. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ രാത്രികളെ പൂർണ്ണമായിട്ടും ഇഅ്തികാഫിലാക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അല്പസമയമെങ്കിലും ഇഅ്തികാഫിലായിരിക്കാൻ നമ്മൾ നിയ്യത്ത് വെക്കുക എന്നുള്ളതാണ്. ഒറ്റയിട്ട രാവുകളിലെങ്കിലും മാറിയിരിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ 27-ാം രാവിന് മാത്രം, അന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നേരത്തെ ഫിക്സ് ചെയ്ത് ചില ആളുകൾ അന്നു മാത്രം വലിയ ആരവത്തോടുകൂടെ വരുന്നതിന് പ്രമാണത്തിന്റെ യാതൊരുവിധ പിൻബലവുമില്ല എന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ അവസാനത്തെ 10 നമുക്ക് നിർവഹിക്കാനുള്ള കാര്യം ഇഅ്തികാഫാണ്. ആ ഇഅ്തികാഫ് നമുക്ക് സാധ്യമാകും വിധത്തിൽ നാം ചെയ്യുക. മറ്റുള്ള തിരക്കുകൾ മാറ്റിവെക്കുക. നമ്മുടെ പർച്ചേസും മറ്റു കാര്യങ്ങളെല്ലാം തീർന്നിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അത് വേഗത്തിൽ തീർക്കാൻ മുഴുവൻ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. റമദാനിന്റെ ഖൈർ കുടികൊള്ളുന്നത് ഈ അവസാനത്തെ 10-ലാണ്. ഫമൻ ഹുരിമഹ, ആർക്കാണോ അത് തടയപ്പെട്ടത്, ഹുരിമൽ ഖൈറ കുല്ലു, എല്ലാ ഖൈറും അവർക്ക് തടയപ്പെട്ടു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ നമ്മിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓഫർ നൽകിയ ആ ഒരു ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൻ മുബാറക്, ഖുർആൻ പ്രയോഗിച്ച ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്തുള്ള രാത്രി എന്ന് പറഞ്ഞ രാത്രിയാണ് ആ ഒരു ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി. അന്ന് ഒരു വർഷത്തെ നമ്മുടെ വിധി നിർണയത്തിന്റെ രാത്രിയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്ത് അൽ ഖദ്ർ നമുക്കെല്ലാവർക്കും അറിയാം.
വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ. അതുകൊണ്ട് തന്നെ ഖൈറും മിൻ അൽഫി ഷഹ്റാണ് ആ ഒരു രാത്രി എന്ന് പറയുന്നത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി 83 കൊല്ലത്തിലധികം കഠിനാധ്വാനം ചെയ്ത കൂലി ഓഫർ ചെയ്യപ്പെട്ട രാത്രി. അതുപോലെ തന്നെ മുബാറക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച രാത്രി. തനസ്സലുൽ മലായിക, മലക്കുകൾ വർഷിക്കുന്ന ഭൂമിയിലെ മണൽത്തരിക്ക് സമാനമായി മലക്കുകൾ ആകാശത്തേക്ക് ഇറങ്ങുന്ന രാത്രി. അതുപോലെ തന്നെ വറൂഹ്, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയും ഇറങ്ങുന്ന രാത്രി. അതുപോലെ തന്നെ തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂര്യൻ പ്രഭാതോദയം ഉണ്ടാകുന്നത് വരേക്കും സമാധാനം ഇറങ്ങുന്ന സമാധാനത്തിന്റെ രാത്രി. ഫീഹാ യുഫ്റഖു കുല്ലു അംറിൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തെ, ഒരാളുടെ വിധിയെ നിർണയിക്കുന്ന, അയാളുടെ റിസ്ഖും അയാളുടെ അജലും അയാളുടെ ഖൈറും അയാളുടെ ഷർറും എല്ലാം നിർണയിക്കുന്ന രാത്രി. അതുപോലെ തന്നെ മൻ സാമ റമദാൻ ഈമാൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ആ രാത്രിയിൽ എണീറ്റ് നമസ്കാരം നിർവഹിച്ചാൽ, രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടും എന്ന് പാപമോചനം ഓഫർ നൽകപ്പെട്ട രാത്രി. ഈ രാത്രിയെ സുഹൃത്തുക്കളെ ആരാധനകൾ കൊണ്ട് ധന്യമാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, ഈ രാത്രിയിൽ നമ്മൾ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനും മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ച് ധാരാളമായി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം തന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറഞ്ഞത് തഹറൗ എന്നാണ്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കണം, നിങ്ങൾ അതിനെ കൈക്കലാക്കണം എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ലൈലത്തുൽ ഖദ്ർ നിങ്ങളിലേക്ക് വരും, നിങ്ങളിങ്ങനെ തേരാപാര നടന്നുകൊണ്ടി എന്നല്ല. മറിച്ച് ലൈലത്തുൽ ഖദ്ർ, ആ മഹനീയമായ രാത്രിയുടെ പുണ്യം നേടാൻ നമ്മൾ രാത്രിയിൽ ആരാധനയുമായിട്ട് കഴിച്ചുകൂട്ടി അതിനുവേണ്ടി കാത്തു കെട്ടി കിടക്കണം എന്നുള്ളതാണ്. ആ സമയം എല്ലാ റഹ്മത്തും ഇറങ്ങുന്ന, ഹസനാത്തുകൾ ഒരുങ്ങുന്ന, സ്വർഗത്തിൻ്റെ വിജയം നേടിയെടുക്കാൻ പറ്റുന്ന, നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടുന്ന മഹനീയമായ ഈ ഒരു സന്ദർഭത്തെ നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ സാധിക്കണം. അതിനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും ആ ഒരു രാത്രിയെ പരമാവധി ഉപയോഗിക്കാൻ വേണ്ടി പ്രചോദിപ്പിക്കുകയും അവരെയും കൂട്ടി പള്ളിയിലേക്ക് വരാനും ഖിയാമുൽ ലൈൽ നിസ്കരിക്കാനും വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുവാനും ഒക്കെ നാം തയ്യാറാകണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു രാത്രി, ഒരു റമദാൻ, മൻ അദ്റക ശഹ്റ റമദാൻ ഫലം യുഗ്ഫറ ലഹു ഫദഖല അന്നാർ ഫഅബ്അദഹു അല്ലാഹ്. ആർക്കെങ്കിലും റമദാൻ മാസം കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെട്ടില്ലെങ്കിൽ അള്ളാഹു അവനെ വിദൂരമാക്കട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, വറഖിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാൻ സുമ്മ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. ഒരു റമദാൻ കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും മുമ്പ് അവൻ റമദാനിൽ നിന്ന് പുറത്തു ചാടിയാൽ അവൻ മൂക്കുകുത്തി നശിക്കട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഗുരുതരമായ ഗൗരവപ്പെട്ട ഓർമ്മപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ മഹനീയമായ രാത്രിയിൽ നമുക്ക് പുതപ്പിനകത്ത് കൂർക്കം വലിച്ചുറങ്ങി പകലിൽ കഠിനാധ്വാനം ചെയ്യുന്ന ജോലിക്കാരനാണ് എന്ന ന്യായവും പറഞ്ഞ് നമുക്കിരിക്കാൻ സാധിക്കുന്നത്? പടച്ചറബിനറിയാമല്ലോ നമുക്കെത്ര ഉറക്കമൊഴിക്കാൻ കഴിയും, നമുക്കെത്ര അധ്വാനിക്കാൻ കഴിയും, നമുക്കെത്ര വിയർക്കാൻ കഴിയും, നമുക്ക് എന്തിനെല്ലാം വേണ്ടിയിട്ട് ഇറങ്ങിപ്പുറപ്പെടാൻ കഴിയുമെന്ന് അറിയുന്ന പടച്ചറബിൻ്റെ മുന്നിൽ എന്തിനാണ് നമ്മുടെ ഒരു പ്രത്യേക വ്യാഖ്യാനവും ഒരു വിവരണവും ഒരു ന്യായീകരണവും നാം ചമയാൻ നിൽക്കുന്നത്? അള്ളാഹ്ക്ക് നന്നായിട്ടറിയാം നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്. നമ്മുടെ വീക്ക്നെസ് നാം ഏറ്റുപറയുന്നത് പടച്ചറബിനോടാണ്. നമ്മുടെ കരുത്തിൽ നാം അഭിവൃദ്ധി ചോദിക്കുന്നത് പടച്ചറബിനോടാണ്. ജനനം മുതൽക്ക് മരണം വരെ നാം ചെയ്യുന്ന എല്ലാം
നമ്മുടെ എല്ലാതും അറിയുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം നമുക്ക് രാത്രി ഉറക്കമൊഴിക്കാൻ ശേഷിയുണ്ടോ എന്നും നമുക്ക് ഇബാദത്ത് കഴിച്ചു കൂട്ടാൻ കഴിയുമോ എന്നും. ഒരു മൊബൈലിൽ എത്ര സമയമാണ് നാം ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയത്? ഇത് പടച്ച റബ്ബിനറിയില്ലേ? ഫുട്ബോളിൻ്റെ രാത്രിയിൽ നാം എത്രയാണ് ഉറക്കമൊഴിച്ചത്? അത് പടച്ച റബ്ബിനറിയില്ലേ? ICUവിൻ്റെ മുമ്പിൽ നാം എത്ര മണിക്കൂറാണ് ഉറക്കമൊഴിച്ചത്? എയർപോർട്ടിൽ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്ത് നട്ടപ്പാതിരക്ക് നാം എത്ര മണിക്കൂറാണ് കാത്തിരുന്നത്? ഇതെല്ലാം അറിയുന്ന പടച്ച റബ്ബിനോട് നാം എന്ത് ന്യായം പറയാനാണ്? പിറ്റേന്ന് ജോലി ഉണ്ടായിട്ടും നാം നമ്മുടെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ പോയില്ലേ? കളി കാണാൻ പോയ പിറ്റേ ദിവസം നമുക്ക് ജോലി ഉണ്ടായിരുന്നില്ലേ? ജോലി സ്ഥലത്ത് ഞാൻ ഉറങ്ങിപ്പോകുമെന്ന് കളി കാണാനും പോയ ഏതെങ്കിലും അർജന്റീന ഫാൻസിന് അഭിപ്രായമുണ്ടായിരുന്നോ? ഒരിക്കലുമില്ലല്ലോ. ഇതെല്ലാം അറിയുന്ന പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നാം നമ്മുടെ ന്യായങ്ങൾ വെച്ചിട്ട് ഒന്നും പ്രശ്നമല്ല എന്ന് വിചാരിച്ചാൽ തിൽക അമാനിയുഹും, അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. അതുകൊണ്ട് പടച്ച റബ്ബേ, എനിക്ക് ജോലിയുണ്ട്, ഞാൻ ക്ഷീണിക്കും, ഞാൻ തളർന്നു പോകും, എനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, എനിക്ക് നല്ലോണം കഠിനാധ്വാനം ചെയ്യാനുണ്ട്, പക്ഷേ ഖൈറും മിൻ അൽഫി ശഹർ, എനിക്കത് വേണം റബ്ബേ. അതുകൊണ്ട് ജോലി ഉണ്ടായിരുന്നിട്ടും കഷ്ടപ്പാടുണ്ടായിരുന്നിട്ടും ആവശ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അത്യാവശ്യമുണ്ടായിട്ടും നിന്റെ വിളിക്കിതാ ഉത്തരം നൽകി ഞാൻ ഈ പള്ളിയിൽ രാത്രിയെ ജീവിപ്പിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് സഹോദരന്മാരെ നമ്മുടെ ആർജവത്വവും പടച്ച റബ്ബിനോടുള്ള ഹുബ്ബും സ്വർഗമെന്ന ലക്ഷ്യത്തിലുള്ള ആത്മാർത്ഥതയും. തൊള്ളോണ്ട് ആർക്കും പറയാം സ്വർഗമാണെന്ന്, പക്ഷേ ആത്മാർത്ഥമായി പറയുന്നവനെ പണിയെടുക്കുള്ളൂ. ആത്മാർത്ഥമായിട്ടാണ് നാം സ്വർഗം ചോദിക്കുന്നതെങ്കിൽ നമുക്ക് മടിയുണ്ടാവില്ല, നമുക്ക് അലസതയുണ്ടാവില്ല, നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് സ്വർഗത്തിന്റെ കാര്യങ്ങളായിരിക്കും. ബാക്കി അതിൻ്റെ കാരണത്താൽ എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈ ലൈലത്തുൽ ഖദർ നമുക്ക് ലഭിക്കണം. 10 രാത്രിയും നമുക്കിരിക്കാൻ സാധിക്കണം. 10 ദിനവും ഇഅ്തികാഫും ആരാധനയുമായിട്ട് കഴിച്ചു കൂട്ടാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അല്ലാത്തവർ രാത്രികളെ ജീവിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ രാത്രിയെ ജീവിപ്പിക്കാൻ നീയത്താക്കിക്കൊണ്ട് ഇന്ന് തന്നെ തുടക്കം കുറിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സദഖയും മറ്റു പുണ്യകർമ്മങ്ങളും നമസ്കാരവും ദിക്റും ദുആയും പ്രാർത്ഥനകളും എല്ലാം ധാരാളമായി വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും സൂക്ഷിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. എല്ലാ ഖൈറും കുടികൊള്ളുന്ന സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതിലുപരി അതിവേഗതയിൽ റമദാൻ നമ്മയും കൊണ്ട് ഓടുകയാണ്. ഇന്ന് 20ാമത്തെ നോമ്പും 21ാമത്തെ രാവുമാണ്. എത്ര വേഗത്തിലാണ് ഇത്ര ദിവസം കടന്നുപോയത്. സഹോദരങ്ങളെ, സമയം നമ്മുടെ ആയുസ്സിനെ ചെത്തി നുറുക്കിയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിൽ തീർക്കാനുള്ള ഒരുപാട് അജണ്ടകളുണ്ടാകും. പക്ഷേ ആ അജണ്ട തീരും മുമ്പ് നമ്മൾ തീർന്നു പോകുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഫോണിലെ ബാറ്ററി കുറഞ്ഞു പോകും തോറും നമുക്ക് ആശങ്കയാണ്, നമുക്ക് ആധിയാണ്. കയ്യിലൊരു ചാർജറും അല്ലെങ്കിൽ ഒരു പവർ ബാങ്കും അല്ലെങ്കിൽ ചാർജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നാം എല്ലായിടത്തേക്കും പോകുന്നത്. യാത്രക്കൊരുങ്ങുമ്പോൾ ആദ്യം ചെയ്യുന്ന പണി ഫോണ് ഫുള്ളാക്കുക എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ലൈഫിൻ്റെ ചാർജ് തീർന്ന് അങ്ങെത്തിയിരിക്കുകയാണ്. ഖബറിലേക്കാണ് ഈ കുതിപ്പ്. പലരും ആ ഖബറിൽ എത്തിക്കഴിഞ്ഞു. ഖബറിലെത്തിയിട്ടുണ്ടാകുന്ന വീണ്ടും വിചാരം, മലക്കുൽ മൗത്തും സംഘവും ആത്മാവിനെ പിടിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന വീണ്ടും വിചാരം, അപ്പോഴുണ്ടാകുന്ന ബോധം, അപ്പോഴുണ്ടാകുന്ന തിരിച്ചറിവ്. അതുകൊണ്ട് വിജയിക്കുമായിരുന്നെങ്കിൽ ഫിർഔനിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം കൊടുക്കുമായിരുന്നു. പക്ഷേ വീണ്ടും വിചാരമുണ്ടാകേണ്ടത് ജീവനുള്ള ഈ സമയത്താണ്. സമയം അന്നും 24 മണിക്കൂറാണ്, ഇന്നും 24 മണിക്കൂറാണ്. 1 മിനിറ്റ് അന്നും 60 സെക്കൻഡാണ്, ഇന്നും 60 സെക്കൻഡാണ്. പിന്നെ എവിടേക്കാണ് അത് ഓടുന്നത്? നാം അതിനുപയോഗിക്കുമ്പോൾ നമുക്ക് സമയം ബർക്കത്തുള്ളതാകും. ആ ബർക്കത്താണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ബർക്കത്തിനെ തിരിച്ചു പിടിക്കാൻ ഈ അവസാന സുദിനങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പുണ്യങ്ങളുടെ പൂക്കാലമാണ്. വിശ്വാസികൾക്ക് റമദാനെങ്കിൽ ബിസിനസ്സുകാർക്ക് ഇത് പണം വാരാനുള്ള കാലമാണ്. അതുകൊണ്ട് അവർക്കിത് സീസണാണ്. അവർക്ക് ഉറക്കമില്ല, വിശ്രമമില്ല, അവർ ആരാധനയില്ല, ഖിയാമുൽ ലൈലില്ല. പുലർച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് അവർ പോകും. ആ ഭക്ഷണത്തിൻ്റെ സമയം കൂടെ സേവാക്കിയിട്ട്
അവരുടെ ഏർപ്പാടുകൾ നടത്താമല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചില ആളുകളും ഉണ്ട്. അവർ അവരുടെ ജോലി സ്ഥാപനങ്ങളെ, സ്വന്തം സ്ഥാപനങ്ങളെ സ്റ്റാഫുകൾക്ക് ഏൽപ്പിച്ച് അവർ അവരുടെ ഇബാദത്തിന് വേണ്ടി മാറ്റി എത്തിക്കാഫിലിരിക്കുന്ന ഒരുപാട് ബിസിനസ് രംഗത്തുള്ള ആളുകളെ നമുക്ക് പരിചയമുണ്ട്. ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ നമുക്ക് പരിചയമുണ്ട്. അതിന് നാം മനസ്സ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അവസാനത്തെ ഓരോ ദിവസവും നമുക്ക് മഹത്വമുള്ളതാണ്. ഓരോ ദിവസവും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു മാർഗത്തിൽ നന്നായി സദഖ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയുള്ളവർ ആ സദഖ നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നോമ്പിലെ ന്യൂനതകൾ മായ്ക്കപ്പെടാനുള്ള സകാത്തുൽ ഫിത്ർ ഈ ഒരു സമയത്ത് സമാഹരിക്കപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. സകാത്ത് നമ്മൾ കളക്ട് ചെയ്തു വരുന്നത് റമദാനിലാണ്. അത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഒരു സ്വത്ത് അറബി വർഷത്തിൽ ഒരു കൊല്ലം തികയുമ്പോൾ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരാളുടെ കയ്യിൽ 10.5 പവൻ അതിലൊരു ഗ്രാം കൂടെ കൂടുതൽ, ആ ഒരു അളവിൽ സ്വർണം ഒരു അറബി കലണ്ടർ പ്രകാരം ഒരു കൊല്ലം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു കൊല്ലം തികയുമ്പോൾ അത്ര ഉണ്ടെങ്കിൽ അയാൾ ആ ഒരു പണ്ടത്തിന് സക്കാത്ത് കൊടുക്കണം. ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഒരു കൊല്ലം തികയുമ്പോൾ ഒരാളുടെ കയ്യിൽ 595 ഗ്രാം വെള്ളിയോടൊത്ത നമ്മുടെ കറൻസി, അതായത് 1 ഗ്രാം വെള്ളിക്ക് എത്രയാണോ അതിൻ്റെ 595 മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത്ര എമൗണ്ട് ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം തികയുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ, അത് അറബി കലണ്ടർ പ്രകാരം കൊല്ലം തികയുമ്പോൾ ബാക്കിയുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ആ ഒരു സക്കാത്ത് നമ്മൾ റമദാനിലാണ് കളക്ട് ചെയ്ത് പോരുന്നത്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും നമ്മുടെ ഒരു കൊല്ലത്തുള്ള എല്ലാ വഴിക്കുള്ള നമ്മുടെ വരുമാനം അത് നമ്മളൊരു പോട്ടിൽ, ഒരു പാത്രത്തിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ചെലവുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തീർക്കുന്നു. ഒരു കൊല്ലം തികയുമ്പോൾ നമ്മളത് എണ്ണി നോക്കുമ്പോൾ നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് 595 ഗ്രാം വെള്ളിയോടൊത്ത കറൻസിയോട് യോജിക്കുന്ന എമൗണ്ട് അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ അതിന് സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ കച്ചവട സാധനങ്ങളെല്ലാം സ്റ്റോക്ക് എടുത്ത് വിൽപ്പനക്ക് വെച്ച ഭൂമിയാകട്ടെ, സാധനങ്ങളാകട്ടെ, വാഹനങ്ങളാകട്ടെ എല്ലാം നമ്മൾ അതിൻ്റെ സക്കാത്ത് കണക്ക് നോക്കി കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ അവിടുത്തെ മേശ, അവിടുത്തെ കസേര, അവിടുത്തെ റാക്കുകൾ ഇതിനും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. വിൽപ്പനക്ക് വെച്ച സാധനങ്ങളെല്ലാം നമ്മൾ കണക്ക് നോക്കി അതിൻ്റെ സക്കാത്ത് കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം സ്ഥാപിച്ച സ്തംഭം എന്ന് പറഞ്ഞത് അതിലൊന്ന് സക്കാത്താണ്. നിസ്കാരം എവിടെ പറഞ്ഞോ? യുഖീമൂന സ്വലാത്ത വയുഅതൂന സക്കാ, അവർ നിസ്കാരം നിലനിർത്തും, സക്കാത്ത് നിർവഹിക്കും എന്നാണ്. നിസ്കരിക്കുന്ന ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ട ആളാണെങ്കിൽ സക്കാത്ത് കൊടുക്കാതെ നിസ്കാരം സ്വീകരിക്കൂല. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, നിസ്കരിക്കാൻ വരില്ലെങ്കിൽ സക്കാത്തും സ്വീകരിക്കൂല. സക്കാത്ത് കൊടുക്കേണ്ട ഒരാൾ നിസ്കരിക്കലും നിർബന്ധമാണ്, സക്കാത്ത് കൊടുക്കലും നിർബന്ധമാണ്. രണ്ടുമുണ്ടെങ്കിലേ രണ്ടും സ്വീകരിക്കൂ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 3 ആയത്തുകളെ വ്യാഖ്യാനിക്കവേ ഒരു ആയത്തിനെ വ്യാഖ്യാനിച്ച് യുഖീമൂന സ്വലാത്ത വയുതൂന സക്കാ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടെ നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഏത് ഇനത്തിലുള്ള സമ്പത്താണോ നമ്മുടെ കയ്യിലുള്ളത് ആ സമ്പത്തിൻ്റെ കണക്ക് നോക്കി അതിൻ്റെ അവകാശികൾക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി നമുക്കതിന് ഏറ്റവും സഹായകമായിട്ടുള്ളത്, നമുക്ക് സെല്ലുകളെല്ലാം അവൈലബിൾ ആണ്, സെല്ലുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നു. സെല്ലുകൾ അതിൻ്റെ അവകാശികളെ കണ്ടെത്തി യഥാർത്ഥ അവകാശികളിലേക്ക് ഇത് എത്തിക്കുന്നു. സ്വമേധയാൽ ഒരാൾ സ്വന്തമായി നൽകിയാൽ വീടില്ലെന്നൊരിക്കലും നമ്മൾ പറയുന്നില്ല. മറിച്ച് സെല്ലിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമാണ്, അർഹരായ ആളുകളിലേക്ക് തന്നെ എത്തും. എന്നാൽ നമുക്കറിയുന്ന അവകാശികളിലേക്ക് സെല്ലിൽ ഏൽപ്പിച്ചാൽ എത്തില്ല എന്നുണ്ടെങ്കിൽ ആ അവകാശികളെക്കുറിച്ച് സെല്ലിനോട് ശുപാർശ പറയുകയോ ആ അവകാശികൾക്ക് നേരിട്ട് നമുക്ക് നൽകുകയോ എല്ലാം ചെയ്യാൻ അനുവാദമുണ്ട്. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ നിരവധി ക്ലാസ്സുകളും എഴുത്തുകളും പുസ്തകങ്ങളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. വായിച്ചു പഠിച്ച് സംശയങ്ങൾ ദൂരീകരിച്ച് ഇത് നിർവഹിക്കേണ്ട ആളുകൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുള്ള ബാധ്യതകളും കടപ്പാടുകളും വൃത്തിയായി മനോഹരമായി പൂർത്തീകരിക്കാൻ പരിശുദ്ധ റമദാൻ അതിവേഗത്തിൽ നമ്മയും വിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന സൗഭാഗ്യവാന്മാരിൽ
അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവൻ്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് അള്ളാഹു ആദരിക്കുന്ന, അതിൻ്റെ പ്രതിഫലം നൽകുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. രാവിലും പകലിലും ഇനിയുള്ള ദിവസങ്ങൾ ചഡ്ഡുലമായി ഇബാദത്തിൽ ശ്രദ്ധ ചെലുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മടിയും ക്ഷീണവും അലസതയും നമ്മുടെ വിഷമതകളും അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു തരട്ടെ. കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണയ്ക്കുമാറാവട്ടെ.